ഇത്ര കുറച്ച്? നമ്മളെന്തിനെ ദൈവങ്ങൾക്കും ദാരിദ്ര്യ. ദേവസ്വം ബോർഡുകാര് റേഷൻ ഏർപ്പെടുത്തിരിക്കുക എല്ലാറ്റിനും. ആ, നീ ഇരുന്നോളൂ. ഞാൻ കഴിച്ചു. കളവ് പറയണ്ട കുട്ടിയെ, ഉള്ളത് നമുക്ക് കഴിക്കാം. ഏട്ടനൊന്ന് വരൂ. കാലത്ത് ഗോവിന്ദൻ നായർ വന്നിരുന്നു. എന്താ കാര്യം? വലിയ ഇല്ലം നടത്തിയെടുക്കാൻ തന്നെ അത്ര ആറുമുഖന്റെ പുറപ്പാട്. പിന്നെ ഒരുട്ടൊക്കെ പറഞ്ഞു അയാള്. അത് കേട്ട് തരിച്ചിരിപ്പ അച്ഛൻ. കണ്ടില്ലേ? എന്താ അച്ഛേ കേക്കണത്? അറുമുഖൻ നമ്മുടെ കേസ് കൊണ്ട് ഗുണമില്ലാന്ന് വെച്ചിട്ടാവും എല്ലാരും അവരവരുടെ അവകാശം അറുമുഖന് തന്നെ വിറ്റു. എന്റെ അപ്പൻ വാസ്തവനും കൊടുത്തുന്നാ കേട്ടത്. നമ്മളാർക്കും വിറ്റില്ലല്ലോ. നമുക്ക് എന്താടോ വില? കാരണവസ്ഥാനത്തിരുന്നു കൊണ്ട് കുടുംബത്തിന്റെ യോഗക്ഷേമം നോക്കിയേ ഞാൻ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. കടമെന്ന് മുട്ടിയപ്പോ എല്ലാവർക്കും ശത്രു ഞാനായി. എന്താ വച്ച ആയിക്കോട്ടെ, പൊളിക്കുകയോ വിൽക്കുകയോ ഇല്ല. പരദൈവം കുടിയിരിക്കണ നമ്മുടെ പടിഞ്ഞേറ്റിയിൽ അന്യനെ കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. എടോ, നിത്യവൃത്തിക്ക് അമ്പലത്തിലെ പടച്ചോറ് കണ്ടു കഴിയുന്ന താൻ കൂട്ടിയാൽ എന്ത് കൂട്ടും? സർവസ്വവും ഹോമിച്ചുണ്ടാക്കിയ പണം കോടതി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ. വിധിയാവട്ടെ. അതിനു മുമ്പ് ആര് വിറ്റാലും നടക്കില്ല. ഇല്ലത്തിന് എനിക്കുണ്ടോ ഒരു അവകാശം? അതിന് താനിവിടെ കിടന്ന് കണ്ടക്ഷോഭം കിട്ട് കാര്യമില്ല. അറുമുഖനെ ഞാൻ മുഹുദാവിലൊന്ന് കാണട്ടെ. അറുമുഖനെ അല്ല, ഇതിനെല്ലാം വഴിവെച്ച് ഇവിടുത്തെ കാര്യസ്ഥനുണ്ടല്ലോ, അയാളാണ് ആദ്യം കാണേണ്ടത്. ആ ഗോവിന്ദൻ നായരെ. എന്നെ കണ്ടതുകൊണ്ട് ഒരു പുണ്യമില്ല. അറുമുഖൻ ഒരു മൂർഖനാ. ഞാൻ പലതവണ പറഞ്ഞു നോക്കി രാജിയാവാൻ. അവൻ വഴങ്ങില്ല. വഴങ്ങില്ല. നമ്പൂരിയാരുടെ വിഡ്ഢിത്തം മറ്റുള്ളവർക്കില്ല. കൂടെ നിന്ന് ചതിക്കുന്നവരെ അറുമുഖൻ അറിയും. ഇവിടുന്ന് എന്താണോ പറഞ്ഞു വരുന്നത്? ഇയാളുടെ കാര്യസ്ഥ പണിയുടെ മിടുക്ക്. എന്റെ തറവാടടക്കം വിറ്റുമുടിക്കാൻ കിട്ടിയ കാശിന് ഒറ്റിക്കൊടുത്ത് ഇയാളുടെ ചെറ്റത്തരം. തിരുമേനി, നിങ്ങളുടെ തറവാട് മുടിച്ചത് ഞാനല്ല. ഓത്തൂട്ടും കഥകളിയും ആനക്കമ്പുമായി മുറുക്കി തുപ്പി നടന്നിരുന്നില്ലേ മനക്കലെ കാരണവന്മാര്? നാടൊട്ടുക്ക് മൊളിസേവയും സംബന്ധമായിട്ട്. ഗോവിന്ദൻ നായരെ, മുഷിയണ്ട. കുടിയാന്മാര് വാരവും പാട്ട് വളക്കാതിരുന്നിട്ടും നിർത്തിയോ നിങ്ങളുടെ തകൃതി? മുടിഞ്ഞതെങ്ങനെയാ? മുച്ചൂടും. അത് എന്റെ കുറ്റമല്ല. അല്ല, തന്റെ സാമർഥ്യം. അതുകൊണ്ടാണല്ലോ പറമ്പും നിലവും മലബാരവും നഷ്ടപ്പെട്ട് ഞങ്ങളുടെയൊക്കെ ഇരിക്കുന്നിടം വരെ കോടതി വിധി കാത്തു കിടക്കുമ്പോൾ തനിക്ക് ഈ മാളികയെ താമസിക്കാൻ കഴിഞ്ഞ്. എന്റെ മാളികയെ പറ്റി പറയണ്ട. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. എന്റെ അധ്വാനഹേ. ഇല്ലത്തെ കാര്യസ്ഥ പണിയല്ല തനിക്ക് മറ്റെന്തായിരുന്നു ജോലി? വേറെ എന്തായിരുന്നു വരായിക? അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഇറങ്ങി പോകണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇയാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് അറുമുഖനെ കാണണം. ഇല്ലത്തെ തൂമ്പും തിരുളും അടക്കം നുള്ളിയെടുത്ത് മറ്റുള്ളവർക്ക് വീതിച്ചപ്പം കൂടെ എന്ന ആളല്ലേ. ഇനി അതിന്റെ തായ്വേര് തോണ്ടുമ്പോഴും കാര്യസ്ഥം കൂടെ വേണം. താൻ കൂടെ വന്നേ. ഇല്ല, ഞാൻ വരില്ല. തന്നെ കൊണ്ട് അങ്ങാടി തോറ്റ അമ്മയുടെ നേരെ എന്നോട് വേണ്ട.